So we will discuss about concept of heat capacity and specific heat capacity in this lecture. So already you are familiar with the term heat capacity. The actual or the better term for heat capacity should have been internal energy capacity. That is a better term for heat capacity. Internal energy capacity. Internal energy capacity. So whenever you listen to the word heat capacity, it's good that you understand it denotes some sort of capacity of a substance to store some internal energy. Okay, ഒരു വസ്തുവിൽ ആ വസ്തുവിന് എത്രത്തോളം ഇൻറ്റേർണൽ എനർജി സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള കഴിവുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മെഷറായിട്ടാണ് ശരിക്കും ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയെ നമ്മൾ കാണാനുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഫ്രം ദ ഐഡിയ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി. You have the first law of thermodynamics. Okay, so let's say that I'm writing the first law of thermodynamics as change in internal energy. I'm taking some finite values. Change in internal energy UF minus UI, that can be represented as some heat, right? So Q plus W. This is the way in which we have written the first law of thermodynamics initially, mathematically formulated in this way. And you know that this equation says that the internal energy of a system can be changed either by doing work or by the transfer of heat. അല്ലേ, ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് വഴികളാണുള്ളത് തെർമോഡൈനാമിക്കലി. സോ വൺ ഈസ് സിസ്റ്റത്തിലേക്ക് കുറച്ച് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക, അല്ല സിസ്റ്റത്തിൽ നിന്നും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുക. രണ്ടാമത്തേത് സിസ്റ്റത്തിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ സിസ്റ്റം വർക്ക് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങളിലും നമുക്ക് സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജിയെ മാറ്റാൻ പറ്റും. ഇനി ഇതിൽ വളരെ എളുപ്പത്തിൽ സിസ്റ്റത്തിൽ എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഒരു വഴിയായി കണ്ടിരുന്നത് സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ the system has got some capability to store we can say energy, right? And that idea led to the concept of heat capacity. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ we may get a wrong concept that heat is some form of thing that can be stored in a substance. So that is a wrong concept. That is exactly wrong. ഒരിക്കലും ഹീറ്റ് എന്ന് പറയുന്നത് ഹീറ്റായിട്ടല്ല ഒരു സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, ബട്ട് ഡ്യൂ ടു യൂസേജ് ഇങ്ങനെ പല കാലങ്ങളായിട്ട് ഉപയോഗിച്ച് വന്നതുകൊണ്ട് പണ്ട് കലോറി അല്ലെങ്കിൽ കലോറിഫിക് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ നടത്തുകൊണ്ടിരുന്നപ്പോൾ തൊട്ടുള്ള ഒരു പദപ്രയോഗം എന്നുള്ള രീതിയിലാണ് ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ഒരിക്കലും നിങ്ങൾക്കറിയാം ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഹീറ്റ് ആയിട്ടല്ല എനർജി സ്റ്റോർ ചെയ്യുന്നത്. വി യൂസ് ദ വേർഡ് ഹീറ്റ് ആസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് എനർജി. ഹീറ്റ് ഈസ് എനർജി ഇൻ ട്രാൻസിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിച്ച് പഴകിയത് കൊണ്ട് മാത്രം നമ്മൾ അതിനെ അതേപടി നിലനിർത്തുന്നതാണ്. ദ ബെറ്റർ ടൈം വുഡ് ബി ആസ് ഐ ടോൾഡ് യു ഇൻറ്റേർണൽ എനർജി കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കുക. അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി മാറ്റാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറയുന്നത് എന്താണ്, ആ സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഐ ആം കൺസിഡറിങ് എ സിസ്റ്റം. ഇറ്റ് ക്യാൻ ബി എ സിസ്റ്റം വിച്ച് ഈസ് സോളിഡ് ഓർ ഇറ്റ് ക്യാൻ ബി ലിക്വിഡ് ഓർ ഇറ്റ് ക്യാൻ ബി എ ഗ്യാസ്. വാട്ട് എവർ സ്റ്റേറ്റ് ഓഫ് മാറ്റർ ഇറ്റ് വിൽ ബി, ഡസൻറ്റ് മാറ്റർ. സപ്പോസ് ദാറ്റ് യു ഹാവ് ഗോട്ട് some finite amount of a system. What you're doing, the system may be initially having some temperature. Let me say that Ti be the temperature of the system initially, and what you're doing, you can just give some heat from outside. നിങ്ങൾ Q amount of heat സിസ്റ്റത്തിലേക്ക് കൊടുത്തു എന്ന് കരുതുക. So when you give Q amount of heat to the system, its temperature may change. Okay, I'm just telling that the temperature may change because it is not a must that the temperature should change. Okay, you have several examples of that. For example, isothermal process, the temperature need not change. Okay, you know the thing. അപ്പോൾ മാത്രമല്ല when you give heat to the system, actually two things can happen. So if you are giving heat to the system,
two possibilities are there. One possibility is that it can cause a change in temperature. Heat given to the system can cause a change in temperature. ചേഞ്ച് ഇൻ ടെമ്പറേച്ചറിന് കാരണമാവാം. മറ്റൊന്ന് ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ കോസ് സംതിങ് ലൈക്ക് എ ചേഞ്ച് ഓഫ് ഫേസ്. ഇങ്ങനെയും സംഭവിക്കാം, ചേഞ്ച് ഓഫ് ഫേസ് സംഭവിക്കാം അല്ലേ. ഫോർ എക്സാമ്പിൾ വെൻ യു ഹീറ്റ് ഐസ് ഇറ്റ് മെൽസ് ഇൻ ടു വാട്ടർ, റൈറ്റ്? So നിങ്ങൾക്കറിയാം, ഡ്യൂറിങ് ദ പ്രോസസ് ഓഫ് മെൽറ്റിംഗ് ദ ടെമ്പറേച്ചർ ഓഫ് ദാറ്റ് സിസ്റ്റം റിമെയിൻസ് അറ്റ് 0 degree Celsius itself. Okay, as long as the entire amount of ice has converted into water, അല്ലേ? ഐസ് പൂർണ്ണമായിട്ടും വെള്ളമായിട്ട് മാറിക്കഴിഞ്ഞാൽ മാത്രമേ സിസ്റ്റത്തിൻ്റെ ടെമ്പറേച്ചർ 0 degree Celsius മുകളിലേക്ക് വരുള്ളൂ. ആസ് ലോങ് ആസ് ദെയർ എക്സിസ്റ്റ് സം ഐസ് ഇൻസൈഡ് ദാറ്റ് സിസ്റ്റം, the temperature will be remaining at that of the freezing point of water, okay, melting point of ice, what you call. അപ്പോൾ ഫേസ് ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി നിലനിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമ്മൾ ശരിക്കും കണ്ടിന്യൂസ്ലി സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫേസ് ചേഞ്ച് എന്ന് പറയുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ദ ചേഞ്ച് ഓഫ് ഫേസ് നടക്കുകയാണെങ്കിൽ റിമെമ്പർ ചേഞ്ച് ഓഫ് ഫേസ് ടി ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ്, അല്ലേ? ടി ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആയിട്ട് നടക്കുന്നത്. സോ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സിൻസ് യു ഓൾറെഡി ഹാവ് ലേൺഡ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് പ്രോസസ്സസ്, an example of isothermal process, natural example or best example of isothermal process will be any change of phase. Okay, and you know the background knowledge, you have the background knowledge that why the temperature is remaining constant during a phase change. The reason there involves what is known as latent heat. ഇവിടെയാണ് നമ്മൾ ലേറ്റൻറ്റ് ഹീറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റുകളൊക്കെ കൊണ്ടുവരിക. നിങ്ങൾ ഈ കോൺസെപ്റ്റുകളൊന്ന് റിവൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ലേറ്റൻറ്റ് ഹീറ്റ്, അല്ലേ? ലീനതാപം എന്നൊക്കെയാണ് മലയാളത്തിൽ പറയുക. ലീനതാപം, ലീനം എന്ന് പറഞ്ഞാൽ എന്താ? ഉറങ്ങുന്ന എന്നർത്ഥം. ഓക്കെ, ലീനതാപം, ലേറ്റൻറ്റ്, ഇറ്റ്സ് സ്ലീപ്പിംഗ്. ഓക്കെ, കാരണം അങ്ങനെ ഒരു ഹീറ്റ് സിസ്റ്റത്തിലേക്ക് കിട്ടിയെന്നുള്ള യാതൊരുവിധ തെളിവും ഉണ്ടാവില്ല. കാരണം അതിങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന, എന്താ പറയുന്നത്, ഇറ്റ് ഈസ് നോട്ട് ആക്റ്റീവ് ഹീറ്റ് എന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം ഹീറ്റ് ആക്റ്റീവ് ആയിരുന്നെങ്കിൽ അത് ടെമ്പറേച്ചറിൽ ചേഞ്ച് ഉണ്ടാവണമായിരുന്നു. പക്ഷേ ലേറ്റൻറ്റ് ഹീറ്റായിട്ട് മാറുകയാണെങ്കിൽ ദാറ്റ് വിൽ നോട്ട് കോസ് എനി ചേഞ്ച് ഇൻ ദ ടെമ്പറേച്ചർ. ഇപ്പോൾ ഫേസ് ചേഞ്ചിൽ നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് എന്താകുന്നു? എന്ത് ഹീറ്റായിട്ട് മാറുന്നത്? ലേറ്റൻറ്റ് ഹീറ്റായിട്ട്, അത് ഒളിഞ്ഞിരിക്കുന്ന, ഓക്കെ, അങ്ങനെ വേണം നമുക്ക് പറയാം, ഉറങ്ങുന്ന അല്ലെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ഹീറ്റായിട്ടാണ് മാറുന്നത്. ആൻഡ് യു നോ ദാറ്റ് ദിസ് ഹീറ്റ് ഈസ് ആക്ച്വലി യൂസ്ഡ് ഫോർ ബ്രേക്കിംഗ് ദ ബോൺസ്, ഓക്കെ, ഓർ ചേഞ്ചിങ് ദ കോൺഫിഗറേഷൻ ഓഫ് ദ സിസ്റ്റം ടു കോസ് എ ഫേസ് ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പം ഹീറ്റ് എപ്പോഴും ടെമ്പറേച്ചർ ചേഞ്ചിന് കാരണമാവണമില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ലെറ്റ് മീ കം ബാക്ക് ടു ദ ഫസ്റ്റ് ഓഫ് തെർമോഡൈനാമിക്സ് ഇറ്റ്സെൽഫ്. This is U of minus U equal to Q plus W. Now let us say that I am trying to change the internal energy by entirely the supply of heat alone. ഞാൻ ഹീറ്റ് മാത്രം സപ്ലൈ ചെയ്തുകൊണ്ടാണ് ജസ്റ്റ് എന്താണ് സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി മാറ്റുന്നതെന്ന് കരുതുക. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ ഞാൻ ഐ ആം ഡിഫൈനിങ് എ ക്വാണ്ടിറ്റി known as average heat capacity. I am defining first a quantity known as average heat capacity. Average heat capacity. This is what I am defining first. You know, that is the usual mathematical way of developing a concept. Average heat capacity. I am not using any symbol for that. So that will be taken as Q. What is Q? You can see in the diagram here. This is my diagram. So Q is the amount of heat that you are supplying to a substance divided by, I can say, TF, which is the final temperature attained by the substance due to the gaining of this energy, TF minus TI. So this quantity is what is known as average heat capacity. So you can clearly understand that it is measured as the ratio of the heat gained or heat supplied, okay, divided by the change in temperature. Okay, now suppose that if Q is very small, just 1 minute. If Q is very small, and correspondingly you know the change in temperature also will be very small. So I will just rewrite this quantity. Average heat capacity is then written if
if Q is very small, നിങ്ങൾ കൊടുക്കുന്ന ഹീറ്റ് വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾക്കറിയാം. സോ ആവറേജ് ഹീറ്റ് കപ്പാസിറ്റി എന്നുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും? വിൽ കോൾ ഇറ്റ് as simply the heat capacity of the substance. ഹീറ്റ് കപ്പാസിറ്റി ഓഫ് ദ സബ്സ്റ്റൻസ് എന്നാണ് വിളിക്കുക. സബ്സ്റ്റൻസിൻ്റെ പ്രോപ്പർട്ടിയാണ് ഹീറ്റ് കപ്പാസിറ്റി. സോ വാട്ട് ഈസ് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു I can call that by capital C. Capital C is the symbol used for heat capacity. So what is heat capacity? I can write limit. So we can use the mathematical limit. എന്താണ് പറയുന്നത്? ഈ ഡിനോമിനേറ്ററിലെ ക്വാണ്ടിറ്റി ചെറുതായിരിക്കണം. ഡിനോമിനേറ്ററിലെ ക്വാണ്ടിറ്റി ചെറുതാവുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ടി എഫ് എന്ന് പറയുന്നത് ടി ഐയോട് വളരെ അടുത്താവുക. Is not? That is simply telling that the denominator is tending to 0. So I can write this one in this way also. TF tends to TI. T final എന്ന് പറയുന്നത് T initial നിന്നും അധികമൊന്നും ദൂരത്തിലല്ല, അല്ലേ? TF tends to TI. TF TIയോട് വളരെ അടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഡെൽറ്റ T tends to 0 എന്ന് എഴുതുന്നതിന് മറ്റൊരു ഫോമാണ്. So that is so you take this measurement what is taken along the numerator and denominator. So TF minus TI. This is simply the mathematical form of writing what is heat capacity. ഇങ്ങനെ നമുക്ക് വേണേ പറയാൻ പറ്റും. Or you can rewrite this one simply as or this is equal to, ഈ കണ്ടീഷനിൽ Q വളരെ ചെറുതായിരിക്കുമല്ലോ. So how will I write Q? So I will write dq, but you have to remember that Q is not an exact quantity, it is not a state function. So I will put d bar Q divided by I can write the denominator is a small change in temperature dt. So this is usually the expression for heat capacity. Okay, so I can put this is heat capacity. So this is capital C. Okay, so this is the way in which we usually express the heat capacity of a substance. C equal to dq by dt. You need not tell d bar q, just say dq by dt and remember that it is dq is an inexact differential. ഇവിടെ ഇൻഎക്സാക്ട് ഡിഫറൻഷ്യൽസിനെ പറ്റി പൊതുവായി പറഞ്ഞ ഒരു കാര്യം ഓർക്കുന്നത് നന്നായിരിക്കും. See, dq denote see, it does not mean, dq does not mean a change in heat. It's not change in heat, but it's a small amount of heat. So dq is a small amount of heat. Do not use the term change in heat here. That I told you, it is not meaningful. Okay, so that's about heat capacity. And remember one thing, it's an extensive quantity. Already we have mentioned heat capacity is an extensive quantity. അത് എന്തുകൊണ്ടാണ് എക്സ്റ്റൻസീവ് ക്വാണ്ടിറ്റി ആവുന്നത് എന്ന് നിങ്ങൾ കോൺസെപ്ച്വലി മനസ്സിലാക്കാൻ പറ്റും. കാരണം നിങ്ങൾക്ക് സപ്പോസ് ദാറ്റ് യു ഹാവ് ഗോട്ട് 1 liter of water. Okay, certain amount 1 liter of water. ഇനി 1 liter of waterനെ നിങ്ങൾക്ക് ചൂടാക്കാൻ വേണ്ടിയിട്ട്, ചൂടാക്കുക എന്ന് പറഞ്ഞാൽ സേ ദാറ്റ് 1 degree Celsius അതിൻ്റെ ടെമ്പറേച്ചർ, അത് റൂം ടെമ്പറേച്ചറിലാണെന്ന് കരുതുക. അതിനെ ചൂടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സപ്പോസ് ദാറ്റ് യു നീഡ് സം 1000 joules ഓഫ് ഹീറ്റ് എനർജി. ഇനി ഈ 1000 joule ഓഫ് ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് 1 liter ഓഫ് സബ്സ്റ്റൻസ് 1 degree Celsius ടെമ്പറേച്ചർ കൂട്ടി. ഇനി നിങ്ങൾക്ക് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് വൺ സപ്പോസ് ദാറ്റ് യു ഹാവ് ഗോട്ട് 2 liters ഉണ്ട്. നിങ്ങൾ 2 liters ഓഫ് ദ സെയിം ലിക്വിഡ് ഉണ്ട് എങ്കിൽ അതിന് നിങ്ങൾ 1000 joule കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അത് അതിൻ്റെ ടെമ്പറേച്ചർ ഒരിക്കലും 1 degree Celsius കൂടില്ല, അല്ലേ? നിങ്ങൾ വീട്ടിൽ വെള്ളമൊക്കെ തിളപ്പിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പെട്ടെന്ന് വെള്ളം തിളയ്ക്കണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക? Okay, you will take small quantities of that water, right? കുറച്ച് ചായക്ക് വെള്ളം തിളപ്പിക്കുമ്പോൾ കുറച്ച് വെള്ളം വെക്കുന്നു, പെട്ടെന്ന് തിളയ്ക്കുന്നുണ്ട്. ഓക്കെ, ആ സമയം നിങ്ങൾ വളരെ അധികം അളവിൽ വെള്ളം വെച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് കുറേ സമയം എടുക്കും, നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ കൊടുക്കുന്ന ഹീറ്റ് സപ്ലൈഡിൻ്റെ റേറ്റ് സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഓട്ടോമാറ്റിക്കലി എന്താണ് the amount of heat required to raise the temperature depends on the amount of substance that you are heating. അതുകൊണ്ട് തന്നെ since the quantity C depends on the quantity of substance that you are heating, you can see heat capacity is a extensive quantity. Okay, so that is the idea of extensive quantity. ഇനി നമുക്കറിയാം we prefer in thermodynamics we prefer to deal with intensive quantities. Okay, കാരണം അത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിരിക്കും, intensive quantities. So you can define a
quantity corresponding to heat capacity which is an intensive. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് ഇൻറ്റൻസീവ് ക്വാണ്ടിറ്റി ആക്കാൻ പറ്റുക? That is by making it specific. Specific എന്ന് പറഞ്ഞാൽ you divide it with the mass. Okay, so then we will define what is known as specific heat capacity. Specific heat capacity വളരെ എളുപ്പമുള്ള കോൺസെപ്റ്റ്സ് ആണ്, നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്, ഞാൻ അതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോകുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, നമ്മൾ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സ്മോൾ ലെറ്റർ സി ആണ് ഉപയോഗിക്കുക. വിൽ ബി യൂസിങ് സ്മോൾ ലെറ്റർ സി ടു ഡിനോട്ട് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഇതിലാകെയുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയാം എന്താണ്? ഐ ഹാവ് ആഡഡ് ദ വേർഡ് സ്പെസിഫിക്. ആൻഡ് മുമ്പ് പറഞ്ഞിരുന്നു എപ്പോഴാണ് നമ്മൾ സ്പെസിഫിക് ക്വാണ്ടിറ്റീസ് പറയുന്നത് എന്താണ്? എക്സ് എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റി എക്സ്റ്റൻസീവ് ആണെന്ന് കരുതുക. ആ ക്വാണ്ടിറ്റിയെ ആ സാമ്പിളിൻ്റെ അല്ലെ സിസ്റ്റത്തിൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ ക്വാണ്ടിറ്റി എന്താവുന്നു? ഇൻറ്റൻസീവായിട്ട് മാറുന്നു എന്ന് പറയുന്നു. ആ ഇൻറ്റൻസീവ് ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ വിളിക്കുന്നത് സ്പെസിഫിക് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക അല്ലേ. സ്പെസിഫിക് വോളിയം പറഞ്ഞിരുന്നു അല്ലേ. വോളിയം ഈസ് എക്സ്റ്റൻസീവ്. But if you divide volume by the mass of the substance, it becomes what? I can say small v എന്ന് നമ്മൾ എഴുതാറുണ്ട്. This is intensive. അപ്പോൾ ഒരു എക്സ്റ്റൻസീവ് പാരാമീറ്ററിനെ ആ സിസ്റ്റത്തിൻ്റെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ക്വാണ്ടിറ്റീസ് ഇൻറ്റൻസീവായിട്ട് മാറുന്നുണ്ട്. സ്പെസിഫിക് വാല്യൂ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ കണ്ടു കഴിഞ്ഞു ഹീറ്റ് കപ്പാസിറ്റി ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻസീവ് പാരാമീറ്ററാണ് സിസ്റ്റത്തിൻ്റെ. അത് അതിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ഇൻറ്റൻസീവ് ആക്കി മാറ്റാൻ വേണ്ടി ചെയ്ത ഒരു ടെക്നിക്കാണ് ഈ ക്വാണ്ടിറ്റിയെ എന്ത് ചെയ്യുന്നു? ആ സിസ്റ്റത്തിൻ്റെ മാസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അത് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആയി മാറുന്നു. ഇപ്പോൾ കാണാം ഈ വാക്ക് സ്പെസിഫിക് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഇറ്റ് ഈസ് വാട്ട് യൂണീക്ലി ഡിഫൈൻഡ് ഫോർ 1 kilogram എന്നുള്ളതിൻ്റെ ഒരു മീനിങ് ആണ് സ്പെസിഫിക്. സോ ഹൗ ഡു യു ഡിഫൈൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി? സോ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സി വിൽ ബി ഈക്വൽ ടു, നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഹീറ്റ് കപ്പാസിറ്റിയെ ക്യാപിറ്റൽ സിയെ വേണം ഇങ്ങനെ എഴുതാം, ക്യാപിറ്റൽ സി ഡിവൈഡഡ് ബൈ എം എന്ന് എഴുതാം. അങ്ങനെ ഓർത്താൽ മതിയാവും. ഹീറ്റ് കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ഇക്വേഷനായിട്ട് എഴുതണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം സി എന്ന് പറഞ്ഞാൽ ഡി ബാർ ക്യൂ ബൈ ഡി ടി ആണ്. അപ്പോൾ അതിനെ ഞാൻ 1/m ഇങ്ങനെ വേണം എഴുതാം. 1/m ഡി ബാർ ക്യൂ ബൈ ഡി ടി. 1/m dq by dt. So that can be the expression for the specific heat capacity of the substance. Now let me ask you one thing. What would be the unit of heat capacity? Heat capacity unit എന്തായിരിക്കും? Equation നോക്കിയാൽ മതി. It is the heat required to raise the temperature of അല്ലേ a substance by 1 degree Celsius എന്നാണ് നമ്മൾ പറയുക. അപ്പം heat is Q എന്ന് പറയുന്നത് ജൂൾ ആണ് യൂണിറ്റ്. So let's define the unit also. Unit is what? Joule per Kelvin ആണ് വരിക. ഹീറ്റ് കപ്പാസിറ്റി ആണെങ്കിൽ ജൂൾ പെർ കെൽവിൻ ആണ് വരിക. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ആകുമ്പോൾ ഇപ്പോൾ എന്താ വരിക? ഓൾറെഡി ഇവിടെ ജൂൾ പെർ കെൽവിൻ വന്നു കഴിഞ്ഞു. ഡി ക്യൂ ബൈ ഡി ടി എടുക്കുമ്പോൾ ജൂൾ പെർ കെൽവിൻ വന്നു കഴിഞ്ഞു. പെർ യൂണിറ്റ് മാസ് ഉണ്ട്. അപ്പോൾ എന്താ വരിക? ജൂൾ പെർ കെൽവിൻ ദെൻ വാട്ട് ഇസ് ദാറ്റ്? കിലോഗ്രാം. ഓക്കെ, വേണമെങ്കിൽ ജൂൾ പെർ കെൽവിൻ പെർ കിലോഗ്രാം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ജൂൾ അല്ലേ, ജൂൾ പെർ കെൽവിൻ or joule per kilogram per Kelvin, whatever it is, it doesn't matter. So this is the unit of SI unit of specific heat capacity. ഇനി നിങ്ങളോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എസ്പെഷ്യലി തെർമോഡൈനാമിക്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റിൽ ഇങ്ങനെ ഇവരെന്ത് ചെയ്തു? സയൻറ്റിസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ദ values of specific heat capacity of different substances. They compared the specific heat capacity of different substances and they couldn't find out anything that is special. Okay, വ്യത്യസ്ത സബ്സ്റ്റൻസുകളുടെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി സ്റ്റഡി ചെയ്തപ്പോൾ അവർക്ക് പ്രത്യേകതയൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. They couldn't find anything regular. But they were surprised to see that when they compared the specific capacity of 1 mole of different substances, I repeat, when they compared the specific heat capacity of 1 mole of different substances, they found that there is some interesting regularities, there are some interesting connections or patterns are there. അപ്പോൾ സ്പെസിഫിക് കപ്പാസിറ്റി പെർ യൂണിറ്റ് മാസ് ആണ് എടുക്കുന്നതെങ്കിൽ അതിനകത്ത് വലിയ പ്രത്യേകതയൊന്നും കണ്ടില്ല. പക്ഷേ വ്യത്യസ്ത വസ്തുക്കളുടെ 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് എടുത്തിട്ട് 1 മോൾ ഓഫ് സബ്സ്റ്റൻസ് എടുത്തിട്ട് അതിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി
ഓക്കെ എന്താണ് തമ്മിൽ കമ്പയർ ചെയ്തപ്പോൾ അവർ തമ്മിൽ എന്താണ് ഒരു റെഗുലാരിറ്റി സയൻറ്റിസ്റ്റുമാർ കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ ലേറ്റർ വി ബിക്കെയിം ഇൻട്രസ്റ്റഡ് ഇൻ ഫൈൻഡിങ് ദ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻ അനദർ വേ. പെർ യൂണിറ്റ് മാസ് എടുക്കുന്നതിന് പകരം വി കൺസിഡർ ദ ഹീറ്റ് കപ്പാസിറ്റി പെർ മോൾ. നമ്മളിവിടെ ഹീറ്റ് കപ്പാസിറ്റി പെർ എന്താണ് എടുത്തത്, യൂണിറ്റ് മാസ് ആണ് എടുത്തത്. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഹീറ്റ് കപ്പാസിറ്റി പെർ മോൾ ഓഫ് ദ സബ്സ്റ്റൻസ്. ഓക്കെ, അവോഗഡ്രോ നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ആണ് 1 മോൾ എന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, മോൾ എന്നുള്ള ഒരു അളവിലേക്ക് മാറുവാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ സ്പെസിഫിക് കപ്പാസിറ്റി. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഡിഫൈൻഡ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ്. നിങ്ങളത് മനസ്സിലാക്കി ടോപ്പിക്കിനനുസരിച്ച് മനസ്സിലാക്കിയാൽ മതി. ഇവിടെയും നമ്മൾ എഴുതുക സ്മോൾ ലെറ്റർ സി തന്നെയാണ് ഉപയോഗിക്കുക, സ്മോൾ ലെറ്റർ സി തന്നെ ഉപയോഗിക്കുക. അപ്പോൾ ഇത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹീറ്റ് കപ്പാസിറ്റി അല്ലേ, ഹീറ്റ് കപ്പാസിറ്റി പെർ യൂണിറ്റ് മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് എടുക്കുന്നതിന് പകരം ഈ സബ്സ്റ്റൻസിൻ്റെ ഉള്ളിൽ എത്ര മോൾ ഉണ്ടെന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. So I will take heat capacity per mole of the substance, where n is the number of moles in the given sample. Okay, so what will be the equation becoming? That becomes 1 by m in pagaram 1 by n, where n is the number of moles. 1 by n d bar q by dt എന്നായിട്ട് മാറും. So this is what is known as specific heat capacity in terms of moles. അപ്പോൾ ഇതിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയാറുണ്ട്. മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പ്രത്യേകം പറയാറുണ്ട് ചിലപ്പോൾ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ചിലപ്പോൾ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളിലൊക്കെ അവർ മോളാർ എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ തന്നെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് കൊടുത്തിട്ടുണ്ടാവും ചില ഡേറ്റയൊക്കെ. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇത് ഏത് ഹീറ്റ് കപ്പാസിറ്റി ആണെന്ന് തിരിച്ചറിയുക? വളരെ എളുപ്പമാണ്. നിങ്ങൾ ഇതിൻ്റെ യൂണിറ്റ് ഒന്ന് റെഫർ ചെയ്യുക. പ്ലീസ് റെഫർ ടു ദ യൂണിറ്റ് വാട്ട് ഈസ് ഗിവൺ ഇൻ ദ ക്വാണ്ടിറ്റി. അല്ലെ അവർ ഏത് കോണ്ടെക്സ്റ്റിലാണ് അവർ സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തിരിച്ചറിയേണ്ടി വരും. മോൾസിനെ പറ്റി, മോൾ ഓഫ് സബ്സ്റ്റൻസിനെ പറ്റിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. മിക്കവാറും അവർ സംസാരിക്കുന്നുണ്ടാവുക മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി ആയിരിക്കും. ഒരു പ്രോബ്ലത്തിലാണെങ്കിൽ ഇത് വളരെ എളുപ്പമാണ്. എന്താണ് കാരണം, ഇത് മോളാർ ഹീറ്റ് സ്പെസിഫിക് കപ്പാസിറ്റി ആണ് എങ്കിൽ ജൂൾ പെർ കിലോഗ്രാം എന്നുള്ളതിന് പകരം എന്താ വരിക, ജൂൾ പെർ കിലോഗ്രാമിൻ്റെ സ്ഥാനത്ത് മോൾ എന്നാണ് വരിക. ജൂൾ പെർ മോൾ കെൽവിൻ ആയിരിക്കും ഇവിടെ യൂണിറ്റ് ആയിട്ട് വരിക. മറ്റുള്ളത് ജൂൾ പെർ കിലോഗ്രാം ആയിരിക്കും. അപ്പോൾ ആ കിലോഗ്രാമിൻ്റെ സ്ഥാനത്ത് മോൾ എന്നാണ് നിങ്ങൾ പ്രോബ്ലത്തിൽ കാണുന്നുണ്ടെങ്കിൽ ദേ ആർ ടോക്കിംഗ് അബൌട്ട് മോളാർ സ്പെസിഫിക് കപ്പാസിറ്റി. ഓക്കെ, യൂഷ്വലി നിങ്ങൾ പഠിക്കാൻ പോകുന്ന മേയേഴ്സ് റിലേഷനിലൊക്കെ ഇങ്ങനെ ഈ മോളാർ സ്പെസിഫിക് കപ്പാസിറ്റിയെ പറ്റിയിട്ടാണ് നമ്മൾ CP - CV = R എന്നൊക്കെ എഴുതാറില്ലേ, അതൊക്കെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി ആണ് എന്ന് അറിയുന്നത് ഒരു പക്ഷേ നന്നായിരിക്കും. സോ that is the summary of our topics for the session. നമ്മൾ ഹീറ്റ് കപ്പാസിറ്റിയെ 3 രീതിയിൽ നമ്മൾ ആ ടോപ്പിക്കിനെ കണ്ടു കഴിഞ്ഞു. ഫസ്റ്റ് വി ഡിഫൈൻഡ് ദ ഹീറ്റ് കപ്പാസിറ്റി ആസ് C, capital C equal to dq by dt. അല്ലേ, it is defined as the amount of heat required to raise the temperature of any substance, any amount of substance, okay, any substance by 1 degree Celsius. ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ ടെമ്പറേച്ചർ 1 degree Celsius ഉയർത്താനായി നമ്മൾ സബ്സ്റ്റൻസിലേക്ക് കൊടുക്കേണ്ട ഹീറ്റിൻ്റെ അളവാണ് സബ്സ്റ്റൻസിൻ്റെ ഹീറ്റ് കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ അതൊരു എക്സ്റ്റൻസീവ് ക്വാണ്ടിറ്റിയാണ് എന്ന് കണ്ടു. കൂടുതൽ വസ്തു ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾ കൂടുതൽ ഹീറ്റ് കൊടുത്താലേ അതിൻ്റെ ടെമ്പറേച്ചർ 1 degree Celsius ഉയർത്താൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് ആൻ എക്സ്റ്റൻസീവ് ക്വാണ്ടിറ്റി ഹാവിങ് യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ. സോ വി നീഡഡ് corresponding intensive quantities. So you can obtain it in 2 different ways. One is by defining it per unit mass or by defining per mole of the substance. Okay, so accordingly you will get a specific capacity C in 2 different ways. Okay, so one is C by capital C by M, whose unit is joule per kilogram per Kelvin. It is defined as the amount of heat energy required to raise the temperature of 1 kilogram of a substance by 1 degree Celsius. ഇങ്ങനെയാണ് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി required to raise the temperature of
1 kilogram of a substance. I stress 1 kilogram. Okay, quantity is specific. 1 kilogram of a substance by 1 degree Celsius. ഇനി എന്താണ് മോളാർ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 mole of a substance. Instead of 1 kilogram, I am considering 1 mole of a substance through 1 degree Celsius. 1 degree Celsius എന്ന് പറയുന്നതിന് തെറ്റില്ല, 1 Kelvin എന്ന് പറയുന്നതിന് തെറ്റില്ല. കാരണം in degree Celsius കെൽവിനും ഡിഫറൻസ് ഇൻ സ്കെയിൽസ് സെയിം ആണ്. 1 degree Celsius ഡിഫറൻസ് എന്ന് പറയുന്നത് 1 Kelvin ഡിഫറൻസിനോട് തുല്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ കോമൺ യൂണിറ്റ് ആയ ഡിഗ്രി സെൽഷ്യസ് പറയുന്നതോടെ യു ക്യാൻ യൂസ് ദ ടേം പെർ 1 degree or usually you do not use a degree with Kelvin. Okay, so 1 Kelvin absolute unit ആയ Kelvin, 1 Kelvin ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമായ എന്താണ് ഹീറ്റ് എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുക? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് വിളിക്കുക. സോ ദാറ്റ്സ് അബൌട്ട് ദ കോൺസെപ്റ്റ് ഓഫ് ഹീറ്റ് കപ്പാസിറ്റി. Any doubts so far?